എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് പ്രകൃതിയിലെ മറ്റെല്ലാ നിയമങ്ങളെ പോലെ തന്നെ ഈ ആകർഷണ നിയമവും തികച്ചും പരിപൂർണതയുള്ളതാണ്. അവിടെ വെച്ചാണ് നമ്മൾ നിർത്തിയത്. ഇതിൽ പറയുന്നത് നമ്മളുടെ ജീവിതം നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യുന്നു. നിങ്ങളുടെ ചിന്തകളാണ് വിത്തുകൾ. എന്ത് വിളവാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നത് നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെ ആശ്രയിച്ചിരിക്കും. നമ്മളുടെ ചിന്തകളെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആകർഷണ നിയമം അസംതൃപ്തി ഉണ്ടാക്കുന്ന കൂടുതൽ സന്ദർഭങ്ങളെ അതിശക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. മറ്റാരെങ്കിലും അസംതൃപ്തിയോടെ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, അതിനോട് യോജിക്കുകയോ അനുഭവം പ്രകടിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ നിമിഷത്തിൽ അതുപോലെ അസംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ആകർഷിക്കും. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ എന്തിലേക്ക് കേന്ദ്രീകരിക്കുന്നുവോ അതിനെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ഈ നിയമം ചെയ്യുന്നത്. അതിശക്തമായ ഈ അറിവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും ഏത് സംഭവത്തെയും നിങ്ങൾക്ക് പരിപൂർണമായി മാറ്റിയെടുക്കാനാവും. ബിൽ ഹാരിസ്, അധ്യാപകൻ, സെന്റർ പോയിന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ, അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഞാൻ നടത്തുന്ന ഒരു ഓൺലൈൻ കോഴ്സിൽ റോബർട്ട് എന്നു പേരായ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. കോഴ്സിന്റെ ഭാഗമായി ഞാനുമായി ഇമെയിലിൽ ബന്ധപ്പെടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. റോബർട്ട് ഒരു സ്വവർഗാനുരാഗിയായിരുന്നു. അയാളുടെ ജീവിതത്തിലെ ദുഃഖകരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഇമെയിൽ വഴി എനിക്ക് വിവരിച്ചു തരാറുണ്ട്. ജോലിസ്ഥലത്ത് അയാളുടെ സഹപ്രവർത്തകർ സംഘം ചേർത്ത് അയാളെ ശല്യപ്പെടുത്താറുണ്ട്. അവരെല്ലാം വളരെ വൃത്തികെട്ട രീതിയിലാണ് അയാളോട് പെരുമാറിയിരുന്നത്. അത് അയാൾക്ക് നിരന്തരമായ മാനസിക സംഘർഷം ഉണ്ടാക്കിയിരുന്നു. അയാൾ റോഡിലൂടെ നടക്കുമ്പോൾ അധാർമികമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ചില സ്വവർഗരതി തൽപരർ അടുത്തുകൂടി ശല്യപ്പെടുത്താറുണ്ട്. അയാൾ ഒരു ഹാസ്യ കലാകാരനാകാൻ ആഗ്രഹിച്ചിരുന്നു. അയാൾ ഹാസ്യ പരിപാടി അവതരിപ്പിക്കുമ്പോൾ കാണികളിൽ പലരും അയാൾ ഒരു സ്വവർഗാനുരാഗി ആണെന്ന കാരണത്താൽ പരിപാടി തടസ്സപ്പെടുത്തും വിധത്തിൽ ഇടപെടാറുണ്ട്. അയാളുടെ ജീവിതം ഒട്ടും സന്തോഷകരമല്ലാത്ത ദുരിതമയമായ ഒന്നായിരുന്നു.